നാസ്തികനായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുതിയൊരു കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വേണ്ട, ഒന്നും പറയണ്ട. എല്ലാ വിശ്വാസികളെയും നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവായ എനിക്ക് പോലും അറിയാത്ത ചില ഭാഷകളുണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നുവെന്ന് കേട്ടു. നമുക്കതിന്റെ സത്യാവസ്ഥ നോക്കിയാലോ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അതെ, നീയാണ്. അപ്പോൾ എല്ലാവരും കർത്താവിന്റെ സ്ഥാനത്തിൽ വചന പ്രഘോഷണത്തിനായി ഒരുങ്ങിക്കോളൂ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടോ. സ്വാഗതം. ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, എവിടെ കാണിക്കുന്നു? ഫ്രണ്ടിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ കൊറിയ. You like Korea so much? Why? ജഗർത്തുനി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ ഹല്ലേലൂയ. ആരാ ഇത്രയും പറഞ്ഞ ദൈവത്തിന് ആ ഇരിക്കുന്ന സ്ഥലം കൂടെ പറഞ്ഞു തന്നൂടെ? ആ കസേര എവിടെ ഇരിക്കുന്നു, അയാളുടെ ഏത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഏത് വീട്ടിൽ നിന്നും മീശയുണ്ടോ താടിയുണ്ടോ, എത്ര എളുപ്പമാ. കൊറിയ കൊറിയ. ഇതേത് ഭാഷയാ? വർദ്ധിക്കട്ടെ. സമാധാനായി. അർബാനയോ? അർബാന എന്ന് പറഞ്ഞ മറ്റേ ഉന്തിക്കൊണ്ട് കിടക്കുന്ന സാധനല്ലേ? വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥം ഇതിനൊക്കെ. ഈ രാത്രി അങ്ങനെ ഒരു ജനറേഷൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ പൊങ്ങി വരട്ടെ. പൊങ്ങി വരട്ടെ. അവര് തമ്മിൽ മത്സരമാ. കാലകേട് പോലും അവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരിക്കലും പിശാചിന് തട്ടിക്കളിക്കാൻ നിന്നെ ഒരു ഫുട്ബോളായി അവൻ വിട്ടുകൊടുക്കത്തില്ല. കൊടുക്കരുത്. പിശാചിന് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പവറില്ല. അങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കും കർത്താവിനോട്. എന്താ പ്രാർത്ഥിക്കണ്ടേ? തട്ടരുതെന്നോ? ഫുട്ബോൾ കണ്ടുപിടിക്കരുതെന്നോ? ദൈവം COVID-19 കൊറോണ വൈറസ് നിമിത്തം അതാണോ ദൈവം ഉത്തരവാദിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇതേത് ഭാഷ? രാവിലെ തന്നെ ചാടി ഇറക്കി പോന്നപ്പം നടന്നില്ലല്ലേ? ഞാൻ ചോദിക്കുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. സാറി കടന്ന് തൊണ്ട കയറി പ്രസംഗിച്ചിട്ടും ഒരാള് പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും വലിയ ഉടായ്പന ഈ ട്രാൻസ് സിനിമയ്ക്കകത്ത് കാണേണ്ട ആ ഫഹദ് ഫാസിലിന്റെ ഒറിജിനൽ വേർഷനാണ് ഈ ടിജോ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ആത്മാവിലൊരു കോപം ഞാൻ ഇതേത് ഭാഷ? ഇതൊക്കെ ഏത് ഭാഷ? ഞാൻ എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിനിടയിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഭാഷയായിപ്പോയത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇപ്പോഴും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈ ഭാഷ
റിയലി ഒരു ഭാഷയാണെന്നാണ്. ആക്ച്വലി ഈ ഭാഷയ്ക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന പേരാണ് ഗ്ലോസോലാലിയ. ഗ്ലോസോലാലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി കേട്ടുപഴകിയ വാക്കുകൾ, ഭാഷകൾ, സിനിമകളിൽ വരുന്ന ഡയലോഗുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായ ഓർമ്മകൾ നമ്മുടെ തലച്ചോറിൽ ഫീഡായിട്ട് വെക്കും. ആ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ അധികം ഡോപ്പമിൻ ബൂസ്റ്റ് ആകുമ്പോൾ, ട്രിഗർ ആകുമ്പോൾ, പ്രത്യേകിച്ച് ആരാധന പോലുള്ള കാര്യങ്ങൾ ഇവർ നടത്തുമ്പോൾ, കൈയടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ഡോപ്പമിൻ റിലീസ് ആവുകയും ഇവരുടെ തലച്ചോറിനകത്ത് കൺഫ്യൂസ് ആയി കിടക്കുന്ന കുറേ വാക്കുകളെല്ലാം കൂടെ അറിയാതെ വായിന്ന് പുറത്തു വരും. പിച്ചും പെയ്യുന്നു നമ്മൾ പറയും. ഈ സാധനമാണ് ഇവരെടുത്തിട്ട് അന്യഭാഷ, ദൈവത്തിൻ്റെ ഭാഷ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ ഭാഷയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തെ എല്ലാ ആളുകളും പറയുന്ന അന്യഭാഷകൾ സെയിം ആയിരിക്കണം. ഈ ദൈവത്തിന് ഇവിടെ ഒരു ഭാഷ, ദൈവത്തിന് അവിടെ ഒരു ഭാഷ ആവാൻ പാടില്ല. ഒരു സ്റ്റഡീസ് അനുസരിച്ച് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളുടെ അന്യഭാഷ പ്രത്യേകിച്ചും വ്യത്യാസമാണ്. തമിഴ്, തെലുഗു, കന്നഡ, മറാഠി, ഹിന്ദി, ഉറുദു, അങ്ങനെ ഒരുപാട് ഭാഷകളുള്ള നമ്മുടെ ഇന്ത്യയിൽ അത് കേട്ടു വളർന്ന ക്രിസ്ത്യൻസിന് ആ ഭാഷയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ വഴി ആണ് ഇവിടുത്തെ ആളുകളുള്ള അന്യഭാഷകൾ. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലോ US ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഭാഷ എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുള്ള ഭാഷകളായിരിക്കും. അതിനകത്ത് അറബി, തമിഴ്, അങ്ങനത്തെ ഉറുദു അതൊന്നും ഉണ്ടാവില്ല. അവർ കേട്ട് പഴകിയ ഭാഷകൾ മാത്രമായിരിക്കും. അപ്പോൾ ഈ ഭാഷയെ നിങ്ങൾ ഇപ്പോഴും ദൈവിക ഭാഷയായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാസ്തികനായ ക്രിസ്തു എന്ന പേരിൽ ഞാൻ പറയുന്നു, യു ആർ റോങ്. അപ്പോൾ മറ്റൊരു കൂട്ടായ്മയിൽ കാണാം. നാസ്തികനായ ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ.